2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കേരളത്തിലെ CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 15 സ്ഥാനാർത്ഥികളിൽ 13 സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും പരിചിതരായ മുതിർന്ന നേതാക്കളാണെങ്കിൽ 2 അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെയാണ് CPM കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്ത് KG ഷൈനും പൊന്നാനിയിൽ KS ഹംസയും. ഇരുവരും പാർട്ടി പ്രവർത്തകർക്ക് അത്ര പരിചയമില്ലാത്ത നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഘടകങ്ങളാണ് ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വഴിവെച്ചതെന്നും എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിച്ചാണ് പാർട്ടി ഇവരെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതെന്നുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്ത് മണ്ഡലം എന്ന് പറയുന്നത് ഒരു UDFന്റെ ഉറച്ച കോട്ട എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. 2004 സെബാസ്റ്റ്യൻ പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDF സ്വതന്ത്രനായി മത്സരിച്ചു വിജയിച്ചു എന്നതൊഴിച്ചാൽ ബഹുഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിലും UDFന് പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് പരിചയിച്ച ഒരു മണ്ഡലമാണ് എറണാകുളം. ഇത്തവണ 4 പ്രധാന ഘടകങ്ങൾ പരിഗണിച്ചാണ് CPM എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. അതിൽ ഒന്നാമത്തേത് വനിതാ പ്രാതിനിധ്യമായിരുന്നു. CPM ഇത്തവണ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 15-ൽ 2 പേരും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ വനിതാ പ്രാതിനിധ്യം എറണാകുളത്ത് പരിഗണിച്ചത് KG ഷൈന് വലിയ ഗുണം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സാമുദായിക പ്രാതിനിധ്യമാണ്. നമുക്കറിയാം, ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ആ സഭാംഗമായ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന നിർബന്ധം CPMനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPMന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് KG ഷൈന് ഗുണകരമായ രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എറണാകുളത്ത് വേണം എന്ന CPM സംസ്ഥാന കമ്മിറ്റിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു പൊതു സ്വതന്ത്രൻ എന്ന സ്ഥിരം ശൈലിയിൽ നിന്നും മാറി പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വേണം എന്ന CPM സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം KG ഷൈന് ഗുണം ചെയ്തു. കാര്യം KG ഷൈൻ CPMന്റെ പറവൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഘടകം KG ഷൈന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കൂടുതൽ കരുത്തു പകർന്നു എന്നതാണ് യാഥാർത്ഥ്യം. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് പൊതുപ്രവർത്തന പരിചയമുള്ള സ്ഥാനാർത്ഥി ആയിരിക്കണം എന്നതായിരുന്നു. KG ഷൈനെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തന പരിചയം ഏറെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പറവൂർ നഗരസഭയിൽ കഴിഞ്ഞ 3 തവണയായി വിജയിക്കുന്ന ഒരു നഗരസഭാംഗവും പറവൂർ നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷയുമാണ് KG ഷൈൻ. അതുമാത്രമല്ല, KSTA എന്ന CPMന്റെ അധ്യാപക സംഘടനയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റായി സ്ഥാനമനുഷ്ഠിക്കുകയും അതോടൊപ്പം ഇപ്പോൾ സംസ്ഥാന സമിതി അംഗമായി KSTAയുടെ സംസ്ഥാന സമിതി അംഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് KG ഷൈൻ. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന പരിചയം ഏറെയുള്ള KG ഷൈന് ആ ഘടകം പരിഗണിച്ചതും ഗുണകരമായി. അങ്ങനെ ഈ 4 ഘടകങ്ങൾ പരിഗണിച്ചാണ് കോൺഗ്രസ് കോട്ടയായ എറണാകുളത്ത് KG ഷൈനെ സ്ഥാനാർത്ഥിയായി CPM തീരുമാനിച്ചത്. അടുത്ത അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടായ മണ്ഡലം പൊന്നാനിയാണ്. പൊന്നാനി നമുക്കറിയാം, ലീഗ് മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലം എന്ന ചീത്തപ്പേരുള്ള ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി. ആ പൊന്നാനിയിൽ ഒരു ലീഗ് വിമതൻ അല്ലെങ്കിൽ ഒരു ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാവ് എന്നതിനപ്പുറം സമസ്തയുടെ പ്രത്യേകിച്ച് EK വിഭാഗത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നേതാവെന്ന നിലയിൽ കൂടിയാണ് KS ഹംസ പരിഗണിക്കപ്പെട്ടത്. നമുക്കറിയാം, 2023 KS ഹംസ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ KS ഹംസ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴും പുറത്താക്കപ്പെട്ട ശേഷവും സമസ്തയുടെ കീഴിലുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നടത്തിപ്പ് ചുമതല KS ഹംസയ്ക്കാണ്. KS ഹംസ സമസ്ത നേതാക്കളുമായും മുസ്ലിം ലീഗിനുള്ളിൽ പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിനുള്ളിൽ കലാപക്കൊടി ഉയർത്തി നിൽക്കുന്ന മുഈൻ അലി തങ്ങളുമായും ഉൾപ്പെടെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. ഇത് KS ഹംസയെ തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു ഘടകമായി മാറി എന്നത് വസ്തുതയാണ്. നിലവിൽ തന്നെ AP വിഭാഗത്തിന്റെ വോട്ടുകൾ ഉറപ്പിച്ചിരിക്കുന്ന CPMന് EK വിഭാഗത്തിന്റെ വോട്ടുകളിൽ KS ഹംസയിലൂടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ സാധിച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി പൊന്നാനി മണ്ഡലത്തിൽ ഒരു LDF സ്ഥാനാർത്ഥി വിജയിക്കും എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ടായേക്കാം.
എന്തായാലും ഇതാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാനുള്ളത്. CPM അതിന്റെ 15 സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. CPIയും ഏതാണ്ട് പൂർണ്ണമായി അതിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഉറപ്പ് പറയാൻ സാധിക്കും, LDF ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പടി മുന്നിലാണ് എന്ന കാര്യം ഉറപ്പാണ്. കാരണം UDFൽ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല എന്ന് മാത്രമല്ല, സീറ്റ് വിഭജനം പോലും പൂർത്തിയായിട്ടില്ല. മുസ്ലിം ലീഗ് ഇപ്പോഴും 3ാം സീറ്റ് എന്ന ആവശ്യവുമായി ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയൊരു അവസരത്തിൽ LDFന് ഒരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ തന്നെ ലഭിച്ചു എന്ന് പറയാൻ സാധിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും.